ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിൽ ഇന്നത്തെ ക്ലാസ് കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സ് PSCയിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളതാണ് കറണ്ട് അഫേഴ്സ്. അതെന്ന് പറഞ്ഞാൽ +2 ലെവല്, അതുപോലെ തന്നെ ഡിഗ്രി ലെവല്, 10th ലെവല്, LGS, LDC ഇതിനൊക്കെ പ്രധാനമായും ചോദിക്കുന്നതാണ് കറണ്ട് അഫേഴ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ അന്തരിച്ച പുരുഷ പോൾ വോൾട്ടിലെ മുൻ ലോക ചാമ്പ്യൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഷോൺ ബാർബർ. ആരാണ്? ഷോൺ ബാർബർ. 2024 ജനുവരിയിൽ അന്തരിച്ച പുരുഷ പോൾ വോൾട്ടിലെ മുൻ ലോക ചാമ്പ്യൻ. ആൻസർ ഷോൺ ബാർബർ. നെക്സ്റ്റ് വൺ, രാജ്യം ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയാകുന്നത്. ആൻസർ തിരുവനന്തപുരം. എന്താണ് ക്വസ്റ്റ്യൻ? രാജ്യം ആദ്യമായി വേദിയാകുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് വേദിയാവുന്നത്. നെക്സ്റ്റ് വൺ, വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ച പദ്ധതി. ആൻസർ സേഫ് റോഡ് പദ്ധതി. എന്താണ് സേഫ് റോഡ് പദ്ധതി? വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിച്ച പദ്ധതി. ഏതാണ് ആ പദ്ധതി? സേഫ് റോഡ് പദ്ധതി. ദെൻ, ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രൊഫസർ. ആൻസർ കൈരളി. കൈരളിയാണ് ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രൊഫസർ. ICC അണ്ടർ-19 ലോകകപ്പിൽ അമ്പയർമാരായ മലയാളികൾ. ആൻസർ N അനന്തപത്മനാഭൻ, V നാരായണൻകുട്ടി. ആരൊക്കെയാണ്? N അനന്തപത്മനാഭൻ, V നാരായണൻകുട്ടി എന്നിവരാണ് ICC അണ്ടർ-19 ലോകകപ്പിൽ അമ്പയർമാരായ മലയാളികൾ. നെക്സ്റ്റ് വൺ, 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ. ആൻസർ പ്രഭ ആത്രേ. ആരാണ്? പ്രഭ ആത്രേ ആണ് 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ. ദെൻ, 2024 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി. ആരാണ് 2024 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി? ആൻസർ TH മുസ്തഫ. TH മുസ്തഫയാണ് 2024 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി. നെക്സ്റ്റ് വൺ, 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ് വൺ, കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുത്തത്. ആൻസർ M മെഹബൂബ്. M മെഹബൂബിനെയാണ് കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുത്തത്. ആരാണ്? M മെഹബൂബ്. ദെൻ, G ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ആൻസർ ജബ്ബാർ കാഞ്ഞങ്ങാട്. ജബ്ബാർ കാഞ്ഞങ്ങാടിനാണ് G ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, അടുത്തിടെ പ്രകാശനം ചെയ്ത ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ്. ആൻസർ പ്രഭാവർമ്മ. എന്താണ് ചോദ്യം? അടുത്തിടെ പ്രകാശനം ചെയ്ത ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? പ്രഭാവർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത്. ആൻസർ കേരളം. കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. നെക്സ്റ്റ് വൺ, ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി. ആൻസർ നാസ. എന്താണ് ക്വസ്റ്റ്യൻ? ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസ. ഉത്തരം നാസ.
ദെൻ 2024 ജനുവരിയിൽ ഭാരതരത്നം ലഭിച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രി. ആൻസർ കർപ്പൂരി താക്കൂർ. എന്താണ് ക്വസ്റ്റ്യൻ? 2024 ജനുവരിയിൽ ഭാരതരത്നം ലഭിച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രി ആരാണ്? കർപ്പൂരി താക്കൂർ. നെക്സ്റ്റ്, ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം. ആൻസർ അനുപ്രിയ. എന്താണ് ക്വസ്റ്റ്യൻ? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം ആരാണ്? അനുപ്രിയ. ദെൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിലെ BCCI 2019-2020 വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി. ആൻസർ KN അനന്തപത്മനാഭൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിലെ BCCI 2019-20 വർഷത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള പുരസ്കാരം നേടിയ മലയാളി ആരാണ്? KN അനന്തപത്മനാഭൻ. ആൻസർ KN അനന്തപത്മനാഭൻ. നെക്സ്റ്റ് വൺ, 2024 ജനുവരിയിൽ അന്തരിച്ച ജിജി റിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഫുട്ബോൾ. എന്താണ് ക്വസ്റ്റ്യൻ? ഒന്നുകൂടി നോക്കാം. 2024 ജനുവരിയിൽ അന്തരിച്ച ജിജി റിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ G ശങ്കരക്കുറുപ്പ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ആൻസർ ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിന്റെ G ശങ്കരക്കുറുപ്പ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ. ദെൻ ഹെപ്പറ്റൈറ്റിസ് എ രോഗ പ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ. ആൻസർ ഹെവി ഫ്യൂവർ. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് എ രോഗ പ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? ഹെവി ഫ്യൂവർ എന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് എ രോഗ പ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ. ദെൻ ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി വേദി. ആൻസർ യുഗാഡയിലെ കപാല. യുഗാഡയിലെ കപാലയിലാണ് ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി വേദിയാവുന്നത്. എവിടെയാണ്? യുഗാഡയിലെ കപാല. ലാസ്റ്റ് വൺ, മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി. ആൻസർ ഏകാരോഗ്യ പദ്ധതി. എന്താണ് ക്വസ്റ്റ്യൻ? മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി. ആൻസർ ഏകാരോഗ്യ പദ്ധതി. എന്താണ് പദ്ധതിയുടെ പേര്? ഏകാരോഗ്യ പദ്ധതി.